ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ രാമായണത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തെയും ആവാഹിച്ചെടുത്ത കാണ്ഡമാണ് സുന്ദരകാന്ഡം. സുന്ദരകാന്ഡത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് രാമായണ കാണ്ഡങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ബാലകാന്ഡം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ബാലലീലകളെ വർണ്ണിക്കുന്ന, ബാല്യകാലത്തെ പ്രതിപാദിക്കുന്ന ഉള്ളടക്കത്തോട് കൂടിയതാണ്. അതുപോലെ തന്നെ അയോധ്യാകാന്ഡം അയോധ്യയിലെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാജ്യത്തിൻ്റെ ഭരണവുമായി നടക്കുന്ന വിവിധ സംഭവവികാസങ്ങളും ഉപജാപങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള പ്രതിപാദനമാണ് അയോധ്യാകാന്ഡത്തിൻ്റെ ഉള്ളടക്കം. ആരണ്യകാന്ഡമാകട്ടെ ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുടെ ആരണ്യവാസ കാലഘട്ടത്തെ പ്രതിപാദിക്കുന്ന ഉള്ളടക്കത്തോടു കൂടിയതാണ്. കിഷ്കിന്ധയിലെ രാജ്യഭരണ വിഷയങ്ങളാണ് കിഷ്കിന്ധകാന്ഡത്തിൽ പ്രധാന പ്രതിപാദ്യമായി കടന്നു വരുന്നത്. യുദ്ധകാന്ഡത്തിലാകട്ടെ രാമ രാവണ യുദ്ധത്തിൻ്റെ വേദികയാണ് നമുക്ക് മുന്നിൽ ഇതൾ വിരിയുന്നത്. ഇപ്രകാരം പരിശോധിച്ചാൽ ബാലകാന്ഡം മുതൽ കിഷ്കിന്ധാകാന്ഡം വരെയും യുദ്ധകാന്ഡവും ആ കാണ്ഡങ്ങളുടെയൊക്കെ പേരുകൾ അതിലെ പ്രതിപാദ്യ വിഷയമായ ഉള്ളടക്കത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ സുന്ദരകാന്ഡത്തിന് ഈ പേര് എങ്ങനെ സിദ്ധിച്ചു എന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. രാമായണത്തിൻ്റെ വർണ്ണനാവിസ്മയം കൊണ്ട് ഏറ്റവും സുന്ദരതരമായ ആലാപന ഭംഗി സുന്ദരകാന്ഡത്തിനുണ്ട് എന്നുള്ളത് ശരി തന്നെ. എന്നാൽ സുന്ദരകാന്ഡം എന്ന നാമധേയം എങ്ങനെ കൈവന്നു? രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗം നമുക്ക് പകർന്നു തരുന്നതും സുന്ദരകാന്ഡമാണ്. സീതാന്വേഷണമാണല്ലോ രാമായണത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം. ആ സീതയെ കണ്ടെത്തുന്ന ഹനുമാൻ സ്വാമി ഹനുമൽ സീതാ സമാഗമത്തിൻ്റെ സുന്ദരമായ ദൃശ്യത്തെ നമുക്ക് സമ്മാനിക്കുന്നു ഈ സുന്ദരകാന്ഡത്തിൽ. അതുപോലെ തന്നെ സീതയെ കണ്ടെത്തിയ ഹനുമാൻ തിരിച്ച് ശ്രീരാമ സവിധത്തിലെത്തി ആ വിവരം അറിയിക്കുകയും ശ്രീരാമൻ ഹനുമാനെ ആശ്ലേഷം ചെയ്തു നിൽക്കുകയും ചെയ്യുന്നതായ ഹൃദയസ്പർശിയായ രംഗമുണ്ട് രാമായണത്തിൽ. ഇതൊക്കെ സുന്ദരമായ രാമായണത്തിലെ സുന്ദരതരവും സുന്ദരതമവുമായ ദൃശ്യങ്ങളാണ് എന്ന് കാണാം. സുന്ദരകാന്ഡത്തെക്കുറിച്ചുള്ള പ്രസക്തമായ മറ്റൊരു വിശദീകരണം സുന്ദരൻ എന്ന നാമത്തിന് വാനരൻ എന്നൊരർത്ഥമുണ്ട് എന്നുള്ളതാണ്. വാനരനായ ഹനുമാൻ്റെ സുന്ദരൻ എന്ന പേരുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. ഹനുമാൻ സ്വാമിയുടെ പ്രയാണമാണ് സുന്ദരകാന്ഡത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. സീതാന്വേഷണം നിർവഹിക്കുന്നത് ഹനുമാനാണ്. സുന്ദരകാന്ഡത്തിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നതും ഹനുമാനാണ്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രതിപാദിക്കുന്ന കാണ്ഡം എന്ന നിലയിൽ വാനരൻ എന്ന അർത്ഥത്തിൽ, വാനരൻ്റെ കാണ്ഡം എന്ന നിലയിൽ സുന്ദരകാന്ഡം എന്ന അർത്ഥമുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തുതന്നെയായാലും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നത്, സുന്ദരമായ ആലാപന ഭംഗിയെ നമുക്ക് സമ്മാനിക്കുന്നത് സുന്ദരകാന്ഡമാണ് എന്ന് കാണാൻ സാധിക്കും. ഹരേ രാമ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.